ഇംഗ്ലണ്ട് ക്രൊയേഷ്യ മത്സരം അത് പക്ഷേ ഇന്നലെ നടന്ന മത്സരത്തിൽ ഏറ്റവും ആവേശം അത് തന്നെയായിരുന്നു. നല്ല മത്സരം തന്നെയായിരുന്നു. വളരെ വേഗത്തിലുള്ള നീക്കങ്ങൾ കണ്ടു. ഇംഗ്ലണ്ടിനെ ഭയക്കണമെന്ന് അവർ കൃത്യമായി പറഞ്ഞു വയ്ക്കുന്നു. 4-2 വിജയമായിരുന്നു. ഷോട്ടുകൾ നോക്കുക, 20 ഷോട്ടുകൾ ഇംഗ്ലണ്ട്, 11 ഷോട്ടുകൾ ക്രൊയേഷ്യ. ലക്ഷ്യത്തിലേക്ക് 12 ഇംഗ്ലണ്ടിന്റെ ഭാഗത്ത് നിന്നും 5 ക്രൊയേഷ്യയുടെ ഭാഗത്തു നിന്നും. പൊസിഷൻ വലിയ വ്യത്യാസമൊന്നുമില്ല, 54-46 നിൽക്കുകയാണ്. പാസിന്റെ കാര്യം അതുപോലെ തന്നെയാണ്. 476 പാസുകൾ ഇംഗ്ലണ്ട്, 431 ക്രൊയേഷ്യ. അതിലെ പാസിന്റെ കൃത്യതയും ഏറെക്കുറെ ഒരുപോലെ നിൽക്കുന്നു. നല്ല ശക്തമായ ഒരു പോരാട്ടം കണ്ടു. പക്ഷേ എപ്പോഴും ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് വലിയൊരു താരനിരയുമായി വന്ന് ആ ഇംഗ്ലണ്ട് പക്ഷേ ആ ഒരു നിർണായക ഘട്ടത്തിൽ പഠിക്കൽ കലമുടക്കുന്ന ഒരു സംഘമായി മാറുന്നതാണ് കണ്ടത്. പക്ഷേ താരസമ്പന്നമായിരിക്കും എല്ലാ തവണയും. പക്ഷേ ഇത്തവണ തുഷേലാണ് അവരുടെ പരിശീലകൻ. അപ്പോൾ എന്തായിരിക്കും ഇത്തവണ മാറ്റി വെച്ചിരിക്കുന്നത്? അവരുടെ ഒരു എക്സ് ഫാക്ടർ എന്ന് പറയുന്നത് മറ്റാരുമല്ല, ഹാരി കെയ്ൻ തന്നെയാണ്. ഹാരി കെയ്നിന്റെ ഈ കഴിഞ്ഞ ലോകകപ്പും ഇത്തവണത്തെ ലോകകപ്പും ഒക്കെ എടുക്കുമ്പോൾ ഹാരി കെയ്ൻ ഈ നമ്മൾ ലെജൻഡുകളുടെ കൂട്ടത്തിൽ ചർച്ച ചെയ്യേണ്ട ആൾ തന്നെയാണ് ഹാരി കെയ്ൻ. ഈ ഒരു ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുക, ഗോൾഡൻ ബൂട്ട് നേടുക ഹാരി കെയ്ൻ ആയിരിക്കും എന്നുള്ളതാണ്. നമുക്ക് ആ കണക്കുകൾ കൂടി വരികയാണ്. ഇന്നലത്തെ മത്സരത്തിലെ ഹാരി കെയ്ന്റെ പ്രകടനമാണ് ഈ കാണുന്നത്. 5 ഷോട്ടുകൾ, അതിൽ 4 ലക്ഷ്യത്തിലേക്ക് പോകുന്നു, 2 ഗോളായി എന്ന് കാണാം. 35 ടച്ചുകൾ ഉണ്ടായിരുന്നു, 20 പാസുകൾ നൽകിയിട്ടുണ്ട്. അതിൽ 2 ഗോളിലേക്ക് വഴിയൊരുക്കുന്ന തരത്തിലുള്ള ഈ പാസുകളായിരുന്നു. അതുപോലെ തന്നെ ഒരു ഏരിയൽ ഡ്യുവൽസ് വൺ എന്ന് പറയുന്നില്ല, അതായത് ഉയർന്നു ചാടിയുള്ള പന്ത് പിടിച്ചെടുക്കലിൽ അതിൽ നേർക്കുനേർ പോരാട്ടത്തിൽ 5 5 വിജയിച്ചിട്ടുണ്ട് ഹാരി കെയ്ൻ എന്ന് കാണാം. ഇനി നമുക്ക് ഏതായാലും ടോപ്പ് സ്കോറുടെ പട്ടികയിലേക്ക് ഒരു മത്സരാർത്ഥി കൂടി വരികയാണ് ഹാരി കെയ്ൻ. ആ ഹാരി കെയ്ന്റെ ഇതുവരെയുള്ള ലോകകപ്പുകളിലെ അത് 3ാമത്തെ ലോകകപ്പാണ്. 2018 അരങ്ങേറ്റ ലോകകപ്പിൽ അദ്ദേഹം ഈ കാണുന്നത് പോലെ 6 ഗോളുകളാണ് നേടിയിട്ടുള്ളത്. 2022 വരുമ്പോൾ 2, ഇത്തവണ ആദ്യ മത്സരത്തിൽ തന്നെ 2 ഗോൾ നേടിയിട്ടുണ്ട്. ഇതിനോടകം 10 ഗോളുകളായിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇനി ഹാരി കെയ്ൻ തന്റെ ബൂട്ടിൽ ഒളിപ്പിച്ചു വെച്ചിട്ട്? കൊടുങ്കാറ്റായി മാറും ഹാരി കെയ്ൻ. അങ്ങനെയെങ്കിൽ ഇംഗ്ലണ്ടിന് വലിയ സാധ്യതകൾ കൂടി നമ്മൾ ഈ കളിയാണെങ്കിൽ അത് കണ്ടെത്തുകയും വേണം. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ പോർച്ചുഗൽ ഇത്തിരി നിരാശപ്പെടുത്തിയെങ്കിലും ഇംഗ്ലണ്ട് തകർപ്പൻ പ്രകടനമായിരുന്നു.